കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയത്. 2019 ഒക്ടോബറിൽ മാത്രം ലോട്ടറി രാജാവ് വാങ്ങിയത് 190 കോടിയുടെ ബോണ്ടുകളാണ്. ഇതിനിടെ രാഷ്ട്രീയത്തിൽ കള്ളപ്പണം ഇല്ലാതാക്കാനാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നതെന്ന ന്യായീകരണവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനുമേൽ ദുരൂഹത വർദ്ധിക്കുന്നു. 2019 സെപ്റ്റംബറിലാണ് സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് കമ്പനിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. പശ്ചിമബംഗാൾ, പഞ്ചാബ് അടക്കം 8 സംസ്ഥാനങ്ങൾക്കായിരുന്നു മുന്നറിയിപ്പ്. സർക്കാരുകൾ അറിയാതെ സ്വന്തം നിലയ്ക്ക് ലോട്ടറി അച്ചടിക്കുന്നു എന്നടക്കമായിരുന്നു മുന്നറിയിപ്പിലെ ഉള്ളടക്കം. എന്നാൽ തൊട്ടടുത്ത മാസം 190 കോടിയുടെ ബോണ്ടുകൾ സാന്റിയാഗോ മാർട്ടിൻ വാങ്ങി. അനധികൃത ഇടപാടുകൾ മറച്ചുവെക്കാൻ ബോണ്ടുകൾ ഉപയോഗിച്ചു എന്ന സംശയമാണ് ഉയരുന്നത്. വിവാദങ്ങൾ മുറുകുമ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ ന്യായീകരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നു. രാഷ്ട്രീയ രംഗത്തെ കള്ളപ്പണം തുടച്ചു നീക്കാനാണ് ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കാതെ മെച്ചപ്പെടുത്തുകയായിരുന്നു വേണ്ടത്. ബോണ്ട് റദ്ദാക്കിയാൽ കള്ളപ്പണം തിരിച്ചു വരുമെന്ന് ഭയപ്പെടുന്നു. ഇലക്ട്രൽ ബോണ്ട് വഴി 6000 കോടി BJPക്ക് കിട്ടിയപ്പോൾ 14,000 കോടി മറ്റു പാർട്ടികൾക്ക് ലഭിച്ചു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. അതേസമയം അമിത്ഷാ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. റിപ്പോർട്ടർ, ദില്ലി.